സംഭവം നടക്കുമ്പോൾ മോഹൻ ബോംബെയിലായിരുന്നു എന്ന് വാദിക്കാൻ പോണെന്നാണ് വക്കീൽ പറഞ്ഞത്. അതിനുള്ള തെളിവുകൾ ഒപ്പിച്ചോളാമെന്ന് അയാൾ ഏറ്റിട്ടുണ്ട്. സമ്മതിച്ചു. പക്ഷേ നമ്മൾ ഈ വാദിക്കാൻ പോകുന്ന പോയിന്റുകളെല്ലാം ഫോർസീവ് ചെയ്യാൻ കഴിവുള്ളവനാ പ്രകാശ്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അല്ലേ? പ്രകാശ് കാണിച്ച സന്മനസ്സിന് നന്ദി പറയാനാ വന്നത്. പ്രകാശ്, സത്യമായിട്ടും ഞങ്ങൾ എല്ലാം മറന്ന് ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നതാ. ഇങ്ങനെയെല്ലാം വരും. മിണ്ടിപ്പോകരുത്. ഇതാണോ നിങ്ങൾ പറഞ്ഞ ഷോക്കുകൾ? കണക്കുകൾ തീർക്കാൻ എനിക്കും അവകാശമുണ്ട്. മറക്കണ്ട, പേടിക്കണ്ട. വയലൻസ് അല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്. അത്ര പെട്ടെന്ന് നിങ്ങളൊന്നും മരിക്കാനും പാടില്ല. നിയമമാണ് എന്റെ ആയുധം. ഇത്രയും നാൾ നിങ്ങളെ രക്ഷിച്ചുകൊണ്ടിരുന്ന അതേ നിയമം കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ശിക്ഷിപ്പിക്കും. നമ്മുടെ ബാറ്റിൽ ഇപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്. ഈ നിയമയുദ്ധത്തിൽ പരമാവധി ശിക്ഷ നിങ്ങൾക്ക് ഞാൻ വാങ്ങിത്തരും. അതുവരെ എനിക്ക് വിശ്രമമില്ല. ഇതെന്റെ പ്രതിജ്ഞയാണ്. ഇറ്റ്സ് മൈ പ്ലെഡ്ജ്. പിന്നെ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും അഡ്വക്കേറ്റ്സിനെ വരുത്തി എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട. നിയമത്തിന്റെ കളി വളരെയധികം കളിച്ചിട്ടുള്ളവനാണ് ഞാൻ. I know how to fight and win this case. This is my challenge. ഒരു തരത്തിൽ പറഞ്ഞാൽ എന്റേതും ഒരു പനിഷ്മെന്റ് ട്രാൻസ്ഫർ ആണ് മിസ്റ്റർ പ്രകാശ്. പക്ഷേ ഇത്തരം ട്രാൻസ്ഫറുകളൊന്നും എന്നെയും രാജശേഖരനെയും പോലുള്ള ഒരു മുറയിൽ തകർക്കുകയില്ല. മിസ്റ്റർ പ്രകാശ്, കൈമലിന്റെ ആൾക്കാർ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങേരുടെ ഓപ്പറേഷൻസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള റിപ്പോർട്ട് എന്നെ ഏൽപ്പിച്ചിട്ടാണ് രാജശേഖരൻ പോയത്. രാജശേഖരൻ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കുകയാണ് എന്റെ ലക്ഷ്യം. ഗീതയുടെ മരണം ഒരു മർഡർ ആണെന്നും കൈമളിന്റെ ആൾക്കാരാണത് ചെയ്തിട്ടുള്ളത് എന്നതിലും എനിക്ക് യാതൊരു സംശയവുമില്ല. ബട്ട് പ്രകാശ്, കുറച്ചുകൂടി തെളിവുകൾ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രോങ് ആയി മൂവ് ചെയ്യാൻ പറ്റൂ. തെളിവുകൾ എത്ര വേണമെങ്കിലും ഞാൻ തരാം സാർ. മർഡർ നടന്ന സ്പോട്ടിൽ നിന്ന് കിട്ടിയ ലോക്കറ്റ് മോഹന്റേതാണെന്ന് ഞാൻ നിഷ്പ്രയാസം തെളിയിച്ചു തരാം. ഗീത എഴുതി എന്ന് പറയപ്പെടുന്ന എഴുത്ത് വ്യാജമാണ് സാർ. കൈയക്ഷരം ഇത്രയും മനോഹരമായി ഫോർജ് ചെയ്യാൻ കഴിവുള്ള ഒരാളെ ഈ നാട്ടിലുള്ളൂ, അനന്തകൃഷ്ണൻ. 2 ദിവസത്തിനകം അയാളെ സാറിന്റെ മുമ്പിൽ ഹാജരാക്കാൻ എനിക്ക് കഴിയും. വെരി ഗുഡ്. അതൊരു നല്ല ഐഡിയ ആണ്. ദെൻ പ്രൊസീഡ് ദാറ്റ് വേ മിസ്റ്റർ പ്രകാശ്. ധൈര്യമായിരിക്കൂ. ഐ വിൽ ബി വിത്ത് യു. താങ്ക് യു സാർ. I am Nambiar, Superintendent of Police. എന്താ? ഗീതയെ കൊന്ന കുറ്റത്തിന് നിങ്ങളെയും മകനെയും അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. സാർ, യെസ്. വണ്ടിയിൽ കയറ്. വണ്ടിയിൽ കയറാൻ. എന്നെ അറസ്റ്റ് ചെയ്യാനായിരിക്കും ഇത്രയും പാടുപെട്ട് നിനക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കും. ചുമ്മാ ഒരു തമാശ പറഞ്ഞു നോക്കിയല്ലയോ ചേട്ടാ. അപ്പോ എവിടം വരെയൊക്കെയായ കാര്യങ്ങൾ? എല്ലാം മംഗളമായി വരുന്നുണ്ട്. നമ്മൾ ആ ഡോക്ടർക്ക് കൊടുത്ത കാശിന് പ്രയോജനമുണ്ടായി. 100% ആത്മഹത്യയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വെരി ഗുഡ്. പിന്നെ ആ ലോക്കറ്റിന്റെ കാര്യം? ഇപ്പോ തെളിവായി കസ്റ്റഡിയിൽ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലോക്കറ്റ്. ഇതാ മോഹന്റെ ലോക്കറ്റ്. തൽക്കാലം ഇത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഓരോ അഡ്ജസ്റ്റ്മെന്റിനും തന്നെ ഞാൻ പ്രത്യേകം കാണുന്നുണ്ട്. കണ്ടിരിക്കണം. അതിലെന്തെങ്കിലും കുഴപ്പം വരുമ്പോഴാ എന്റെ സ്വഭാവം മാറുന്നത്. പിന്നെ ആ കള്ളെഴുത്ത് എഴുതി അനന്തകൃഷ്ണനെ 2-3 മാസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റുന്നതാ ബുദ്ധി. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവനെ തപ്പി ഇറങ്ങിയിരിക്കുക പ്രകാശ്. അത് ഞാൻ നോക്കിക്കോളാം. വേറെ അപ്പോഴപ്പോഴായി അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നതാ എനിക്കിഷ്ടം. ഓ, തന്റെ ഒരു കാര്യം. ഗുഡ് ഈവനിങ് സർ. പ്രകാശിന്റെ ഇപ്പോഴത്തെ ട്രാജിക് സിറ്റുവേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്നാണെന്ന് വിചാരിക്കുന്നത്. നിങ്ങളുടെ ഗോഡ്ഫാദറിന്റെ ലേറ്റസ്റ്റ് നീക്കങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുമല്ലോ. ആ SP നമ്പ്യാർ അവരുടെ ഏജന്റ് ആയിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ. നമ്പ്യാരേക്കാൾ കൂടിയ പല പോലീസ് ഓഫീസേഴ്സും ഇന്ന് കൈമളുടെ പോക്കറ്റിലുണ്ട്. ഞാൻ മിസ്റ്റർ പ്രകാശിന്റെ കഴിവ് കുറച്ച് കാണുകയല്ല. ബട്ട് ഐ ഫീൽ ഇന്നത്തെ നിലയ്ക്ക്
പ്രകാശിനെ അവരെ ഒറ്റയ്ക്ക് നേരിടാൻ പ്രയാസമായിരിക്കും. നമ്മൾ ഒന്നിക്കാൻ ഇതിലും നല്ലൊരു അവസരം വന്നു തരാനില്ല. ഇപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും കോമൺ എനിമിയാണ് കൈമൾ. അയാളുടെ തകർച്ച കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ഞാനായിരിക്കും. നമ്മൾ യുണൈറ്റ് ചെയ്താൽ വി ക്യാൻ സീ ദാറ്റ് കൈമൾ ഈസ് റെഡ്യൂസ് ടു എ ബിഗ് സീറോ. ഒരു രക്തച്ചൊരിച്ചിലില്ല റിവഞ്ച് എടുക്കുന്നതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. സാർ ഉദ്ദേശിക്കുന്നത്? വരും. ഹലോ, ഇസ് ഇറ്റ് അസിസ്റ്റന്റ് കളക്ടർ ഓഫ് കസ്റ്റംസ്? സർ, മിസ്റ്റർ, നിങ്ങളൊന്ന് പുറത്തു നിൽക്കണം. ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കണം. ഹലോ, കൈമൾ ഹിയർ. ആ ഫയൽസ് എല്ലാം ഒന്ന് കാണണം. നിങ്ങളാരാ? ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അവന്മാർ പിടിച്ചെടുത്തത്. ഇനി ഇപ്പൊ കേസ് പറയാനും കുറെ ചെലവാകും. എടോ, കാശ് നമുക്ക് നാളെ ഉണ്ടാക്കാം. എന്റെ പേടി അതല്ല. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും മുഖ്യനറിയാം. ഇനി ഇതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം വല്ലതും പോയാൽ അതോടെ നമ്മുടെ എല്ലാ കളികളും തീരും. കയ്യും കണക്കുമില്ലാതെ ജിക്ക് കാശ് വാരി എറിയുന്നുണ്ട്. കിട്ടിയ ചാൻസിൽ നമ്മളെ ഷെഡിലാക്കാൻ അയാളുടെ നീക്കം. നമ്മുടെ കൺസേൺസ് റെയ്ഡ് ചെയ്യിച്ചതിന് പ്രതികാരമായി നമ്മളും ജി കെയുടെ ഓപ്പറേഷൻസിനെ കുറിച്ച് അധികാരികൾക്ക് വിവരം ചോർത്തി കൊടുക്കണം. പരസ്പരം വെട്ടി മരിക്കാമെന്നല്ലേ? രാഷ്ട്രീയക്കാരുടെ ഇടയിലുള്ളതിനേക്കാൾ കിടമത്സരമാണല്ലോ അധോലോകക്കാർ തമ്മിൽ. ഈ പക തീർത്തില്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും ദോഷമാ. പിന്നെ കയ്യും കെട്ടി നോക്കിയിരിക്കണമെന്നാണോ സാർ പറയുന്നത്? ഞാനൊരു വഴി പറയട്ടെ. സാറ് മനസ്സ് വെച്ചാൽ ജി കെയെ കൂടി നമ്മുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്പ്യാർ പറഞ്ഞതിലും കാര്യമില്ലാതില്ല. ദൈവമേ, എന്റെ ശനിദശ തീർന്നു. ഇപ്പോഴെങ്കിലും തെറ്റിദ്ധാരണകൾ മാറിയല്ലോ. സോ ഇവിടെ വെച്ച് നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുന്നു. ഓക്കെ? ഓക്കെ. അപ്പോ നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഏതായാലും നിങ്ങളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ആ ശ്യാം പ്രകാശിന്റെ മുമ്പിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു മാന്യന്റെ രൂപത്തിലല്ലേ നിങ്ങൾ അവതരിച്ചത്. ആ ഇമേജ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് വെച്ച് നമുക്ക് പലതും ക്യാഷ് ചെയ്യാൻ പറ്റും. എന്റെ സെന്റിമെന്റൽ അപ്രോച്ചിൽ വീണ് കിടക്കുക പ്രകാശ്. ഇപ്പൊ അവനെ ഏത് കുഴിയിൽ ചാടിക്കാനും എന്നെ കൊണ്ട് പറ്റും. എന്താ അതുപോലെ? കഴിക്കൂ. അറ്റ്ലീസ്റ്റ് മോഹന്റെ കല്യാണം കഴിയുന്നത് വരെയെങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചേ പറ്റൂ. അങ്ങനെ താൽക്കാലികമായി എന്തെങ്കിലും വഴി കണ്ടതുകൊണ്ടായില്ല. അത്ര പെട്ടെന്ന് കെട്ടടങ്ങുന്നതല്ല പ്രകാശിന്റെ പ്രതികാരം. പാർട്ടിയിൽ നിങ്ങളോട് ശത്രുതയുള്ള ഒരു പ്രബല ഗ്രൂപ്പ് പ്രകാശിന്റെ സപ്പോർട്ടിനെത്തുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. പ്രകാശിന്റെ കയ്യിലുള്ള റെക്കോർഡ്സും ഡോക്യുമെന്റ്സും ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടാൽ അതോടെ നമ്മുടെ എല്ലാ കളികളും അവസാനിക്കും. ഐ നോ, വളരെ സീരിയസ് ആയ ഒരു പ്രശ്നമാണത്. എസ്പെഷ്യലി വി ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ദാറ്റ് ശ്യാം പ്രകാശ് ഇസ് എ ലീഗൽ വിസാർഡ്. നിങ്ങളെല്ലാവരും കൂടി സഹകരിച്ചാൽ പ്രകാശിനെ എന്നേക്കുമായി ഒഴിവാക്കാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നോനോ, ഈ അവസരത്തിൽ പ്രകാശിനെ കൊന്നാൽ നാച്ചുറലി നമ്മളെ ആവും ആദ്യം സംശയിക്കുക. അതിനി അല്പം പോലും ലൂപ്പ് ഹോൾ ഇല്ലാത്ത ഒരു മർഡർ ആയിരുന്നാ കൂടി. ഇപ്പോ തന്നെ മുഖ്യന്റെ ആൾക്കാർ എനിക്കെതിരായി തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന് പ്രകാശിനെ കൊല്ലണമെന്ന് ആര് പറഞ്ഞു? പിന്നെ സാറ് അമ്മ മേലെയുണ്ട്.
കമിൻ സർ. യെസ്. സർ, എനിക്ക് മാപ്പ് തരണം. ഞാൻ സർ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചപ്പോ ഞാൻ അവരുടെ വലയിൽ വീണുപോയി സർ. ഗോപാലകൃഷ്ണൻ ഇരിക്കെ. സർ, ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്യാനും എനിക്ക് സാധിക്കും സർ. ഗീതയുടെ കൊലപാതകത്തെക്കുറിച്ചും ജികെയുടെ കള്ളക്കളികളെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഞാൻ തരാം, തെളിവ് സഹിതം. അത് സാറിന് കേസ് വാദിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആകും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഈ കാർ ഒന്ന് സെർച്ച് ചെയ്യണം. എന്താ കാര്യം? നിങ്ങളുടെ ജൂനിയർ ആയിരുന്ന മിസ്റ്റർ ഗോപാലകൃഷ്ണനെ ഇന്നലെ രാത്രി നിങ്ങൾ തട്ടിക്കൊണ്ടുപോയതായി അയാളുടെ അമ്മ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയെന്നോ? വാട്ട് യു മീൻ? ഐ മീൻ വാട്ട് ഐ സേ. ഇതാ വാറന്റ്. You are under arrest. പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കുമെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദത്തോട് യോജിക്കുവാൻ കഴിയുന്നില്ല. പ്രതിക്ക് സമൂഹത്തിലുള്ള സ്ഥാനവും ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിലുള്ള പ്രാഗൽഭ്യവും കണക്കിലെടുത്ത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിലെ സെക്ഷൻ 437 പ്രകാരം പ്രതി ശ്യാം പ്രകാശിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുന്നു. പ്രകാശ്, അതെ, ഞാൻ തന്നെ. പുതിയ തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കുകയാണല്ലേ? കൊലക്കേസിൽ കുടുക്കി എന്നെ എന്നേക്കുമായി അങ്ങ് ഒഴിവാക്കി കളയാമെന്ന് വിചാരിച്ചു അല്ലേ? മനസാക്ഷിയില്ലാത്ത റാസ്കൾ. ഓരോ പ്രാവശ്യവും തന്നെ തന്റെ മകനെയും ജയിലിലാക്കാൻ നോക്കിയതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം. നിങ്ങൾ ശബ്ദിച്ചു പോകരുത്. ചതിയുടെയും വഞ്ചനയുടെയും അടിത്തറയിലാണ് താൻ തന്റെ അധോലോക സാമ്രാജ്യം പടുത്തുയർത്തിയിരിക്കുന്നതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഓരോരോ തിരിമറിക്കും അപ്പപ്പ കാശ് വാങ്ങിച്ച് സർക്കാരിനെ സേവിക്കുന്ന മാന്യൻ. അധികാര കസേര ഉറപ്പിച്ചു നിർത്താനായിരിക്കും ഈ തെണ്ടികളുടെയൊക്കെ പാവസേവ സാർ നടത്തുന്നത്. മകൾക്ക് എത്രയും പെട്ടെന്ന് വേറെ ചെറുക്കനെ അന്വേഷിച്ചോണം. ഇവനുമായിട്ടുള്ള വിവാഹം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല.
ബാലകൃഷ്ണന്റെയും ഗീതയുടെയും കൊലപാതകങ്ങളെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ 2 കൊലപാതകങ്ങളും നടത്തിയത് ആരാണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇനി എന്തെങ്കിലും ഡേർട്ടി ടാറ്റിക്സിനാണ് ഭാവമെങ്കിൽ ചോരക്കളി എനിക്ക് വശമില്ലെന്ന് ആരും കരുതണ്ട. ഒരു പുതിയ ശ്യാം പ്രകാശിനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും, ഓർത്തോളൂ.